വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങൾ മകൻ നമ്പൂതിരിപ്പാടിന്റെയും അന്തർജനത്തിന്റെയും ജീവിതം സ്നേഹവും സമാധാനവും നിറഞ്ഞതായിരുന്നു. പുതിയ വീട്ടിലെ ആദ്യ രാത്രി അന്തർജനത്തിന് ലജ്ജയോടും കൗതുകത്തോടും കൂടിയൊരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു. എന്നാൽ ഒന്നിരാടം ദിവസം രാത്രിയിൽ അന്തർജനം ഉറങ്ങുമ്പോൾ നമ്പൂതിരിപ്പാട് പതുക്കെ എഴുന്നേറ്റ് മുറി വിട്ടുപോകുന്നത് അവൾ അർദ്ധനിദ്രയിൽ ശ്രദ്ധിച്ചു. ഇത്ര രാത്രിയിൽ എവിടേക്ക് അവൾ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ അവൾ ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് വിയർപ്പു നിറഞ്ഞ മുഖത്തോടും ആഴമുള്ള ശ്വാസത്തോടും കൂടി നമ്പൂതിരിപ്പാട് അകത്തു കയറി വരുമ്പോൾ അന്തർജനം കണ്ണു തുറന്നു നോക്കി. ഇത്ര നേരം എവിടെയായിരുന്നു? അവൾ സാധാരണ പോലെ ചോദിച്ചു. നമ്പൂതിരിപ്പാടൊന്ന് പുഞ്ചിരിച്ചു. ഉറക്കം വന്നില്ല, കുറച്ചു സമയം നടക്കാൻ പോയതാ. അവൾ വിശ്വസിച്ചു. അല്ല, വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത ഒന്നിരാടം ദിവസവും അതിന്റെ അടുത്തതും എല്ലാ രാത്രി ഒരേപോലെ. അദ്ദേഹം പോകുന്നു, വെളുപ്പാന്നേരം മടങ്ങിവരുന്നു. അന്തർജനത്തിന്റെ മനസ്സിൽ ഒരു സംശയം വിത്തുപോലെ മുളച്ചു. നടക്കാൻ മാത്രമാണോ, അല്ലെങ്കിൽ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമുണ്ടോ? അവൾ കൂടുതൽ വ്യാകുലപ്പെട്ടു. ഒരു രാത്രി അവൾ ഉറങ്ങുന്നെന്ന് നടിച്ചു കിടന്നു. നമ്പൂതിരിപ്പാട് മുറി വിട്ടുപോയ നിമിഷം അവൾ പതുക്കെ എഴുന്നേറ്റ് അവന്റെ പിന്നാലെ പോയി. അവൻ കയറിപ്പോയത് ആ വീട്ടിലെ ഒരു പഴയ മുറിയിലേക്കായിരുന്നു. അവൾ ശ്വാസമടക്കി മുറിയുടെ വാതിലിനരികിലെത്തി. താക്കോൽ പഴുതിലൂടെ അവൾ നോക്കി. അകത്ത് നമ്പൂതിരിപ്പാട് മാത്രം. അവൻ ഒരാളോട് സംസാരിക്കുന്നതുപോലെ പുഞ്ചിരിക്കുന്നു, സ്നേഹത്തോടെ തലകുനിക്കുന്നു. അവളുടെ ഹൃദയം ഇടിച്ചു. ആരോട്? ആരാണവിടെ? പക്ഷേ അവൾക്ക് ആരെയും കാണാനായില്ല. ശൂന്യം. അവളുടെ ശരീരം വിറച്ചു. ഇത് എന്റെ കണ്ണിന്റെ പിഴവാണോ? കണ്ണുകൾ വീണ്ടും താക്കോൽ പഴുതിലേക്ക് ചേർത്തു നോക്കി. ഇല്ല, ശൂന്യം മാത്രം. എന്നാലും അവളുടെ മനസ്സിന് വിശ്വാസമായില്ല. ഒരു നിമിഷം മടിച്ചു നിന്ന ശേഷം അവൾ പതുക്കെ വാതിലിൽ മുട്ടി. ടക് ടക്. അകത്ത് സംസാരിച്ചിരുന്ന നമ്പൂതിരിപ്പാടിന്റെ ശബ്ദം പെട്ടെന്ന് നിശബ്ദമായി. കുറച്ചുനേരം കഴിഞ്ഞ് വാതിൽ തുറന്നു. എന്താ നീ ഇവിടെ? അദ്ദേഹത്തിന്റെ മുഖത്ത് അത്ഭുതവും അല്പം അശാന്തിയും. അന്തർജനം ഒന്നും പറയാതെ അകത്തേക്ക് കയറി. മുറി മുഴുവൻ അവൾ പരിശോധിച്ചു. കിടക്ക, മൂലകൾ, ജനൽക്കര, പഴയ അലമാര. നമ്പൂതിരിപ്പാടിനെ ഒഴിച്ചാൽ അവിടെ വേറെ ആരുമില്ല. എന്നാൽ കിടക്കയിൽ അദൃശ്യരൂപത്തിൽ യക്ഷി അവിടെ തന്നെയുണ്ടായിരുന്നു. ശ്വാസമടക്കി അന്തർജനത്തെ നോക്കി. ഇവിടെ ആരെയോ പോലെ തോന്നിയല്ലോ, അന്തർജനം മന്ദസ്വരത്തിൽ പറഞ്ഞു. നമ്പൂതിരിപ്പാട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിന്റെ മനസ്സിന്റെ കളിയാണ്. രാത്രിയിൽ ഭയം കൂടുമ്പോൾ ഇങ്ങനെ തോന്നും. അവൾ ഒന്നും പറഞ്ഞില്ല. അവന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. ഞാൻ കുറച്ചു കഴിഞ്ഞു വന്നോളാം, നീ പോയി കിടക്കൂ എന്നു പറഞ്ഞ് നമ്പൂതിരിപ്പാട് അവളെ മൃദുവായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്തർജനം തിരികെ നടന്ന് സ്വന്തം മുറിയിലെത്തിയപ്പോൾ പോലും അവളുടെ നെഞ്ചിലെ സംശയം ശമിച്ചിരുന്നില്ല. അവൾ പോയെന്നുറപ്പായ നിമിഷം നമ്പൂതിരിപ്പാട് വാതിലടച്ചു. അദൃശ്യമായിരുന്ന യക്ഷി പതുക്കെ ദൃശ്യമാകുകയായിരുന്നു. അവൾക്ക് സംശയം തുടങ്ങി. നമ്പൂതിരിപ്പാട് മന്ദസ്വരത്തിൽ പറഞ്ഞു. യക്ഷിയുടെ കണ്ണുകളിൽ ഒരു നിഴൽ വീണു. അതുകൊണ്ടല്ലേ ഞാൻ അദൃശ്യമായി കിടന്നത്, അവൾ പറഞ്ഞു. അവൾ കാണാൻ പാടില്ല. അവളുടെ സന്തോഷമില്ലാതാകരുത്. നമ്പൂതിരിപ്പാട്, നിനക്ക് വേദനയാണെന്ന് എനിക്കറിയാം. യക്ഷി പുഞ്ചിരിച്ചു. വേദന നിറഞ്ഞ പുഞ്ചിരി. എന്റെ വേദന എനിക്ക് പരിചിതമാണ്. അവൾ നിന്റെ ഭാര്യയാണ്. അവളുടെ സ്ഥാനത്ത് എനിക്കൊരു അവകാശവുമില്ല. അവരുടെ സംഗമം ആ രാത്രിയും നിശബ്ദമായ സ്നേഹത്തോടും ത്യാഗത്തിന്റെ തണലോടും ആവേശത്തോടും നടന്നു. പുറത്ത് അന്തർജനം ഉറങ്ങാതെ കിടന്നിരുന്നു. മനസ്സിലൊരു ചോദ്യം മാത്രം. എന്നാലും അവൻ രാത്രിയിൽ സംസാരിച്ചിരുന്നത് ആരോടാണ്? അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ട എന്ന് കരുതിയെങ്കിലും അവൾക്ക് മൗനം സഹിക്കാനായില്ല. എന്താ ഒന്നിരാടം ദിവസം അങ്ങ് എന്തിനാണ് അവിടെ പോകുന്നത്? അവളുടെ ശബ്ദത്തിൽ സംശയവും ഭയവും ഉണ്ടായിരുന്നു. നമ്പൂതിരിപ്പാട് ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ അവളുടെ കൈകൾ പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്നെ വിശ്വാസമില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സ്നേഹപൂർവമായ തലോടലിൽ എല്ലാം മറന്ന് അവൾ പറഞ്ഞു. ഉണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ എന്തോ ഒന്ന് അങ്ങ് മറയ്ക്കുന്ന പോലെ തോന്നുന്നു. നമ്പൂതിരിപ്പാട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു. ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിക്കില്ല. ഞാൻ എൻ്റെ ജീവൻ പോലെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സംശയം അവന്റെ സ്നേഹത്തിൽ താൽക്കാലികമായി മുങ്ങി. ദാമ്പത്യത്തിന്റെ പൂർണ്ണതയിൽ ആ രാത്രിയും സ്നേഹപൂർവമായ കരപരിലാളനങ്ങളാൽ കടന്നുപോയി. അവൾക്ക് സംശയമുണ്ടായിരുന്നെങ്കിലും അവനോടുള്ള സ്നേഹം അതിലധികമായിരുന്നു. അവരുടെ ഇടയിൽ സൗഹൃദവും സ്നേഹവും ദാമ്പത്യബന്ധത്തിന്റെ പൂർണ്ണതയും വളരുകയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ അന്തർജനം ഗർഭിണിയാണെന്ന സന്തോഷവാർത്ത വീട്ടിൽ മുഴങ്ങി. അവൾ അമ്മയാകാൻ പോകുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അന്തർജനം 10 മാസവും തികഞ്ഞ് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. മകൻ നമ്പൂതിരിപ്പാട് പുത്രന്റെ ജാതകകർമ്മം, നാമകരണം, അന്നപ്രാശനം മുതലായവ അച്ഛന്റെ സഹായത്തോടും ആജ്ഞാപ്രകാരവും യഥാകാലം വേണ്ടതുപോലെ നടത്തി. അപ്പോഴേക്കും അച്ഛൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ പൗത്രമുഖം കണ്ട് സന്തോഷിച്ചുകൊണ്ട് ചരമഗതിയെ പ്രാപിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മകനെ ഉപനയിക്കാനുള്ള കാലമായി.
പിന്നെ അതിന് മുഹൂർത്തം നിശ്ചയിക്കുകയും ക്രിയകൾക്കും മറ്റും വേണ്ടുന്ന ആളുകളെയൊക്കെ ക്ഷണിക്കുകയും സാമാനങ്ങളെല്ലാം വട്ടം കൂട്ടുകയും ചെയ്തു. ഉപനയനത്തിന്റെ തലേ ദിവസം രാത്രി യക്ഷിയുടെ മുറയായിരുന്നതിനാൽ യക്ഷി പതിവ് പോലെ നമ്പൂതിരിപ്പാടിന്റെ അടുക്കളെത്തി. അപ്പോൾ നമ്പൂതിരിപ്പാട് പ്രസംഗവശാൽ നാളെ കാലത്ത് കുംഭരാശി മുഹൂർത്തത്തിന് ഉണ്ണിയുടെ ഉപനയനം കഴിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യക്ഷി പറഞ്ഞു, എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, അത് അവിടുന്ന് സാധിച്ചു തരണം. അവിടുത്തെ പ്രധാന ഭാര്യ അഗ്നിസാക്ഷികമായി വിവാഹം ചെയ്യപ്പെട്ട ആ അന്തർജനമാണെങ്കിലും ആദ്യ ഭാര്യ ഞാനല്ലോ. അതിനാൽ അവിടുത്തെ പുത്രനായ ആ ഉണ്ണിക്ക് ഞാൻ വലിയമ്മയാണ്. അതുകൊണ്ട് നാളെ ഉപനയന സമയത്ത് ഉണ്ണി ക്രിയാംഗമായി ഭിക്ഷ യാചിക്കുമ്പോൾ ആദ്യം ഭിക്ഷ കൊടുക്കാൻ എനിക്ക് അയാൾ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇത് അവിടുന്ന് അനുവദിക്കുകയും എന്നെക്കൊണ്ട് നടത്തിക്കുകയും വേണം. സമയമാകുമ്പോൾ ഞാനൊരു അന്തർജനത്തിന്റെ വേഷത്തിൽ ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂതിരിപ്പാട്, അതിനെന്ത് വിരോധമാണ്? എനിക്കത് വളരെ സന്തോഷമാണ്. സമയമാകുമ്പോൾ ഇവിടെ വന്നോളൂ, കാര്യം ഞാൻ നടത്തിച്ചുകൊള്ളാം എന്ന് സമ്മതിച്ചു പറയുകയും ചെയ്തു. ക്രിയയ്ക്ക് വേണ്ടുന്ന ആളുകളും ഓതിക്കോനും ചാർച്ചക്കാരും വേഴ്ചക്കാരും മറ്റുമായിട്ടുള്ള വേറെ അനേകം ബ്രാഹ്മണ ശ്രേഷ്ഠരും അന്തർജനങ്ങളും കിടാങ്ങളുമൊക്കെ ദിവസം നേരം വെളുത്തപ്പോഴേക്കും എല്ലാവരും കുളിച്ച് തറ്റുടുത്ത് ഹാജരായി ക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു. ഭിക്ഷ കൊടുക്കാനുള്ള സമയമായപ്പോഴേക്കും അന്തർജനത്തിന്റെ വേഷത്തിൽ കുറെ അരിയും ഒരു പാത്രത്തിലെടുത്തും യക്ഷിയും ആ സ്ഥലത്തെത്തി. യക്ഷി ചെന്ന് യാതൊരു ശങ്കയും കൂടാതെ അന്തർജനങ്ങളുടെ കൂട്ടത്തിൽ കയറി നിലയായി. അന്തർജന വേഷധാരിണിയായ യക്ഷിയെ കണ്ടപ്പോൾ തന്നെ നമ്പൂതിരിപ്പാട്ടിലേക്ക് ആളെ മനസ്സിലായി. എങ്കിലും ശേഷമുള്ള ബ്രാഹ്മണരുടെയും അന്തർജനങ്ങളുടെയും ഇടയിൽ ഈ അന്തർജനം ഏതാണ്, എവിടുത്തേതാണ്, എന്തിനാണ് വന്നത് എന്ന് മറ്റും അപ്പോൾ സംസാരം തുടങ്ങി. ഏതായാലും തുടരുത് എന്ന് പറഞ്ഞ് ശേഷമുള്ള അന്തർജനങ്ങളെല്ലാം മാറി നിന്നു. ഭിക്ഷ യാചിക്കുക എന്നുള്ള ക്രിയയായപ്പോൾ നമ്പൂതിരിപ്പാട് ഓതിക്കോനോട്, ഇപ്പോൾ വിശേഷമായി വന്നിരിക്കുന്ന ആ അന്തർജനത്തിന്റെ അടുക്കൽ വേണം ഭിക്ഷ യാചിപ്പിക്കാൻ. ആദ്യം ഭിക്ഷയിടാനും ആ അന്തർജനം വേണം. ഉണ്ണിയുടെ അമ്മ രണ്ടാമത് ഭിക്ഷയിട്ടുകൊള്ളട്ടെ, അത് മതി. ഓതിക്കോൻ, അത് വിഹിതമല്ല. ഉണ്ണിയുടെ അമ്മയാണ് ആദ്യം ഭിക്ഷയിടേണ്ടത്. അത് കഴിഞ്ഞല്ലാതെ മറ്റാർക്കും ഭിക്ഷയിടാൻ പാടില്ല. നമ്പൂതിരിപ്പാട്, ഇപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ണിയുടെ വലിയമ്മയാണ്. ഞാൻ ആദ്യം വേളി കഴിച്ചത് ഈ അന്തർജനത്തെയാണ്. അതിനാൽ ഈ അന്തർജനം വേണം ആദ്യം ഭിക്ഷയിടാൻ. ഇത് കേട്ടപ്പോൾ നമ്പൂതിരിപ്പാട്ടിലെ ചാർച്ചക്കാരായും സ്വജനങ്ങളായും മറ്റും അവിടെ വന്നുകൂടിയിരിക്കുന്ന നമ്പൂരിമാരും അന്തർജനങ്ങളും ഓതിക്കോനും എല്ലാവരും, അങ്ങ് ഈ ഉണ്ണിയുടെ അമ്മയെ വേളി കഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി വേളി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആരും അറിയാതിരിക്കുമോ? അങ്ങ് ഈ പറഞ്ഞത് ശുദ്ധമേ ഭോഷ്കാണ്. അല്ലെങ്കിൽ പറയൂ, കേൾക്കട്ടെ, ഈ അന്തർജനം എവിടുത്തെ, ആരുടെ മകളാണ് എന്നു മറ്റും ചില ചോദ്യങ്ങളും വഴക്കുകളും തർക്കങ്ങളും കലശലായി തുടങ്ങി. ഈ വന്നിരിക്കുന്നത് തന്റെ സഹപത്നിയും തന്നെക്കൊണ്ട് ആദ്യം ഭിക്ഷ ഇടുവിക്കാൻ അനുവദിക്കില്ല എന്നും അറിഞ്ഞപ്പോൾ ആ ഉണ്ണിയുടെ അമ്മയായ അന്തർജനത്തിന് കോപവും മനസ്താപവും ദുസ്സഹമായി തീർന്നു. ആ അന്തർജനം പറഞ്ഞു, എനിക്ക് കാണാൻ കൊതിച്ച് ആദ്യമുണ്ടായ ഈ ഉണ്ണിക്ക് ആദ്യമെന്നല്ല ഒരിക്കലും ഈ തെണ്ടി കയറി വന്ന വരത്തെ കൊണ്ട് ഭിക്ഷ ഇടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഉണ്ണിക്ക് ഞാൻ ഭിക്ഷയിട്ടാൽ മതി. ഈ പിശാചി വലിയമ്മ ചമഞ്ഞ് ഇപ്പോൾ എവിടുന്നാണ് കയറി വന്നത്? എന്റെ ഉണ്ണിക്ക് ഇവൾ ഭിക്ഷ ഇടുകയാണെങ്കിൽ ഇവളുടെ മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും എന്നു മറ്റും ശകാരവും വഴക്കും പൊടിപൊടിച്ചു തുടങ്ങി. എല്ലാവരും ഇങ്ങനെ തനിക്ക് വിരോധമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്പൂതിരിപ്പാട് ഒന്നും പറയാൻ ശക്തനല്ലാതെ അങ്ങനെ വല്ലാതെ അന്ധനായി തീർന്നു. അപ്പോൾ യക്ഷി പറഞ്ഞു, ഞാൻ ഉണ്ണിക്ക് ഭിക്ഷയിടാനാണ് വന്നത്. ഉണ്ണിയുടെ അച്ഛന് അത് സമ്മതവുമാണ്. അതിനാൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഭിക്ഷയിടാതെ ഞാൻ പോകില്ല, നിശ്ചയം തന്നെ. ഉടനെ അന്തർജനം പറഞ്ഞു, നിനക്ക് അത്ര നിശ്ചയവും മിടുക്കുമുണ്ടോ? എന്നാൽ അത് തന്നെ ഒന്നറിയണം. നിന്നെ ഇവിടെ നിന്നും പുറത്തിറക്കിയല്ലാതെ ഇവിടെ ഇനി ഉപനയനത്തിന്റെ ക്രിയ ഒന്നും പാടില്ല. ഞാനാണ് പറഞ്ഞത്. ഭിക്ഷ യാചിക്കാനും ഭിക്ഷയിടാനും ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം. വരുവിൻ, ആത്യമാരുകളെല്ലാരും വരുവിൻ. നമുക്കിവളെ പിടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കാം. പിന്നെ നമ്പൂരിമാരും ബാല്യക്കാരും കൂടി ഇവളെ പടിക്ക് പുറത്താക്കി അയച്ചുകൊള്ളും എന്നു പറഞ്ഞ് ശേഷമുള്ള അന്തർജനങ്ങളുടെ സഹായത്തോടുകൂടി യക്ഷിയെ പിടിച്ച് ആ അകത്തു നിന്നും പുറത്തു തള്ളി. ഉടനെ ചില ഉണ്ണി നമ്പൂരിമാരും അവരുടെ ചില ഭൃത്യന്മാരും കൂടി സാധുശീലയായ യക്ഷിയെ അവിടെ നിന്നും പിടിച്ചു തള്ളി പടിക്ക് പുറത്താക്കി. നമ്പൂതിരിപ്പാട്, അയ്യോ, സാഹസം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. പടിക്ക് പുറത്തു കൊണ്ടുപോയി തള്ളിയ ഉടനെ ലജ്ജയും കോപവും സഹിക്കാൻ പാടില്ലാതെ യക്ഷി തന്റെ സ്വന്തമായ രൂപത്തെ തന്നെ സ്വീകരിച്ച് അവിടെ നിന്നുകൊണ്ട് നമ്പൂതിരിപ്പാടിനോടായിട്ട്, അവിടുന്നൊട്ടും വിസമിക്കരുത്. ഇതൊന്നും അവിടുത്തെ ദോഷം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. എനിക്ക് അവിടുത്തെ പേരിൽ ലേശം പോലും പരിഭവവുമില്ല. എങ്കിലും ഈ സ്ഥലത്തും ഈ അടിയന്തരത്തിങ്കലും വെച്ച് എന്നെ ഇപ്രകാരം അപമാനിച്ചതിനാൽ ഇനി 3 തലമുറ കഴിഞ്ഞാൽ പിന്നെ ഈ തറവാട്ടിൽ ഉണ്ണിയുണ്ടായിട്ട് ഉപനയനം കഴിക്കാൻ സംഗതിയാകില്ല, നിശ്ചയം തന്നെ. അവിടുന്ന് എന്നെക്കുറിച്ച് വിചാരിച്ച് വിസമിക്കരുത്. അകത്തുപോയി ഉപനയനത്തിന് ശേഷം ക്രിയകൾ കൂടി നടത്തി ഇനിയും വളരെ കാലം ഭാര്യാപുത്രാദികളോടുകൂടി സുഖമായി ജീവിച്ചിരുന്നാലും എന്നു പറയുകയും ഉടനെ ആ യക്ഷി എല്ലാവർക്കും അദൃഷ്ടയായി ഭവിക്കുകയും ഒരു തേജസ് മേൽപോട്ടുയർന്ന് മേഘമണ്ഡലത്തിൽ കേറി മറയുന്നത് എല്ലാവരാലും കാണപ്പെടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി.